ഞാൻ എന്റെ അഭിപ്രായം പറഞ്ഞതല്ല, മറിച്ച് ഒരാളുടെ വിഷനുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു പുരുഷന്റെ തലച്ചോറിൽ എന്ത് സംഭവിക്കും? ഒരു സ്ത്രീയുടെ നഗ്നത കണ്ടാൽ അവന്റെ പോസ്റ്റ് സെൻട്രൽ ഗൈറസ് ആക്ടിവേറ്റ് ആകും എന്നുള്ളത് ബയോളജിയാണ്. അല്ല, എന്നോടാണ് ചോദ്യം, ഞാൻ പൂർത്തിയാക്കട്ടെ പ്ലീസ്. ഈ പറഞ്ഞ ബയോളജി നിഷേധിക്കുന്നുണ്ട്. ഒന്നാമത്തെ ചോദ്യം അതാണ്. നിഷേധിക്കുന്നുണ്ട്, പിന്നെ ഒന്നും പറയാനില്ല. ശാസ്ത്ര വിരോധികളോടൊന്നും പറയാനില്ല. ഞാൻ പറയുന്നത് പുരുഷന് ചിന്തകൾ ഉണ്ടാവും. ചിന്തയില്ലെങ്കിൽ പിന്നെ എങ്ങനെയാ സുഹൃത്തുക്കളെ ഈ പറഞ്ഞ പ്രക്രിയകളൊക്കെ നടക്കുക? ഒരു ആണിന് കണ്ടാൽ തോന്നലുകൾ ഉണ്ടാകും. അവിടെയാണ് നമ്മൾ പറയുന്നത്, അവിടെ പബ്ലിക്കിൽ ചില റെസ്ട്രിക്ഷൻസ് ആവശ്യമാണ്. ഇവിടെ പ്രൊഫഷണൽ ആയിട്ട് പറഞ്ഞു, പ്രൊഫഷണൽ ആയിട്ട് നമ്മൾ പല കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. അതിനോട് നമുക്ക് നമ്മുടെ ബ്രെയിനിലടക്കം ചില നോർമലൈസേഷൻ സംഭവിക്കും. പൂർത്തിയാക്കട്ടെ പ്ലീസ്. ഓക്കെ, അവിടെ സ്ത്രീ പുരുഷ ഇന്ററാക്ഷൻ ഉള്ള ബയോളജി ഞാൻ പറഞ്ഞതിനെ നിഷേധിക്കാൻ പറ്റുമെങ്കിൽ നിഷേധിക്കാം. അതിന് ശാസ്ത്ര വിരുദ്ധരാണ്. ഞങ്ങൾ ശാസ്ത്രം എന്തായാലും എടുക്കൂല. ഞങ്ങൾക്ക് തോന്നൽ ഇതാണ്, അതേ എടുക്കുള്ളൂ എന്ന് പറയാൻ ഒന്നും പറയാനില്ല. ഇവിടെ ഗൈനക്കോളജിസ്റ്റ് ആവട്ടെ, ഒരു അപകടത്തിൽ സഹായിക്കുന്നതാകട്ടെ, അപകടത്തിൽ സഹായിക്കുമ്പോൾ അവന്റെ ബ്രെയിൻ വർക്ക് ചെയ്യുന്നതും അവിടെ ആക്ടിവേറ്റ് ആകുന്നതും വേറെ സെന്റൻസ് ആണ്. ബയോളജിയാണ്. നോർമൽ അവസ്ഥയിൽ ആക്ടിവേറ്റ് ആകുന്ന സെന്റേഴ്സ് വേറെയുമാണ്. അവിടെയാണ് ഞാൻ പറയുന്നത്, നോർമൽ അവസ്ഥയിൽ ഒരു ആണിന് പെണ്ണിന്റെ നഗ്നത കണ്ടാൽ സെക്ഷൽ സ്റ്റിമുലസ് ഉണ്ടാകും. അവൻ നോർമൽ ആണെങ്കിൽ ഈ വസ്ത്രധാരണം എന്ന് പറയുന്ന ഏക കാരണമാണ് റേപ്പിന് എന്നല്ല. ഇവിടെ ഈ സയൻസിൽ ഒരു മെത്തേഡ് ഉണ്ട്. അതെന്താ വെച്ചാൽ ഒരു തിയറി ഉണ്ട്. അതായത് ഫ്രസ്ട്രേഷൻ അഗ്രഷൻ തിയറി എന്ന് പറയും. ഒരു അഗ്രഷൻ ഉണ്ടാവണമെങ്കിൽ അതിന് ഫ്രസ്ട്രേഷൻ വേണം. ഓക്കെ, ഇത് സയൻസിലുള്ള എല്ലാവരും അംഗീകരിക്കുന്ന തിയറിയാണ് കേട്ടോ. അതായത് ഒരാൾ വയലന്റ് ആവണമെന്നുണ്ടെങ്കിൽ അയാൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള ഫ്രസ്ട്രേഷൻ ഉണ്ടാവണം. അവിടെ ഈ സയൻസിൽ അംഗീകരിക്കപ്പെട്ട ഒരു തിയറിയാണ്, ഒരാൾക്ക് ഫ്രസ്ട്രേഷൻ ഉണ്ടാവുകയും അത് അയാളോട് തന്നെ തീർക്കാൻ പറ്റപ്പോൾ SKN എന്നെ ചീത്ത പറഞ്ഞു. എനിക്ക് SKN തിരിച്ചടിക്കാനുള്ള ഒരു അവസ്ഥയില്ല. ഞാൻ അതെന്ത് ചെയ്യും? അത് ഡിസ്പ്ലേസ്ഡ് ആയി അഗ്രഷൻ തീർക്കുന്ന ഒരു അവസ്ഥ എന്ന് പറയുന്നത് സയൻസ് അവിടെ ഇരിക്കൂ. സയൻസിൽ ഉള്ള ഒരു കാര്യമാണ്. ഇതാണ് ഡെഡ് ബോഡിയുമായി ബന്ധപ്പെട്ടുകൊണ്ടും ചെറിയ കുട്ടികളോട്. ചേട്ടന് പെങ്ങളുണ്ട്, ഞാൻ എല്ലാവരും പറയണട്ടോ, പെങ്ങൾക്ക് മക്കളുണ്ട്, ഡിഗ്രിക്ക് അല്ലെങ്കിൽ +2 അങ്ങനെയൊക്കെ പഠിക്കുന്ന പിള്ളേര്. അവര് വീട്ടിൽ വന്നിട്ട് ഡ്രസ്സുകൾ കണ്ട ചേട്ടൻ എന്താവും? ഇതിന് മറുപടി ചോദിക്കണം. അതായത് ബന്ധുക്കൾ അല്ലെങ്കിൽ രക്തബന്ധുക്കളോട് എന്തുകൊണ്ട് തോന്നുന്നില്ല എന്നുള്ളതിനും സയൻസിൽ ഉത്തരമുണ്ട്. സയൻസിൽ കൃത്യമായി ജനിതകമായി ഒരു മനുഷ്യന് സ്വന്തം രക്തബന്ധത്തിലുള്ളവരോട് സെക്ഷൽ തോട്ട്സ് ഉണ്ടാവില്ല എന്നുള്ളത് അതാണ് ഞാൻ പറഞ്ഞത്. അവിടെയാണ് ഡിസ്പ്ലേസ്ഡ് അഗ്രഷൻ. ഞാനൊരു കാര്യം അവിടെ